ലഹരിക്കെതിരെ 100 ഗോളടിച്ച് പെരിങ്ങോം ഗ്രാമപഞ്ചായത്തിന്റെ പ്രചാരണ പരിപാടി. This news is brought to you by Elroy Opticals and Computerized Eye Clinic, Chirupura. Phone 9961660599. ലഹരിക്കും ലഹരി ഉൽപ്പന്നങ്ങൾക്കുമെതിരെയുള്ള തൂഫാൻ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ 100 ഗോളുകൾ അടിച്ച് പെരിങ്ങോം ഗ്രാമപഞ്ചായത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിലത്തെ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പരിപാടി പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ലളിത ഉദ്ഘാടനം ചെയ്തു. യുവതലമുറകൾക്ക് 2 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു റീൽസ് പോലും കാണാൻ ക്ഷമയില്ലാത്ത ഒരു തലമുറയോടാണ് നമ്മൾ ഇങ്ങനെ കുറേ പ്രസംഗം എന്താ പറയേണ്ടത്, നമ്മൾ ഈ മൈതാന പ്രസംഗം പോലെ പ്രസംഗിച്ചതുകൊണ്ടോ ക്ലാസ് കൊടുത്തതുകൊണ്ടോ കാര്യമില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇത്ര ലഹരിക്ക് ഓരോ വർഷം കഴിയുന്തോറും നമ്മൾ അറിയാത്തതാണ്. ഇത്രയും ഭീമമായ കേസുകളാണ് നമ്മുടെ ഇടയിലേക്ക് വരുന്നത്. അറിയാം, ബഹുമാനപ്പെട്ട പോലീസ് ഇൻസ്പെക്ടർമാർക്കുള്ളത് അനുഭവം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എത്രയും പെട്ടെന്ന് കുട്ടികളെയും അതുപോലെ യുവതലമുറയെയും ആകർഷിക്കുന്ന ഒരു പരിപാടിയായി ഈ 100 ഗോളടിക്കുന്ന ഈ പരിപാടി ഗ്രാമപഞ്ചായത്ത് ഇവിടെ ഏർപ്പെടുത്തിയത്. പഞ്ചായത്ത് സെക്രട്ടറി കെ പങ്കജാക്ഷൻ സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് കെ കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ലഹരിയല്ല ജീവിതം എന്ന മുദ്രാവാക്യമായിക്കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ സമൂഹത്തിന് നമുക്ക് പണ്ട് കാലം മുതലേ കണ്ടുവരുന്നത് ചില കുടുംബത്തെ തന്നെ നശിപ്പിക്കുന്ന നിലയിലേക്ക് ഈ ലഹരിയെ എത്തുന്നുണ്ട്. അങ്ങനെ ലഹരി ഏത് നിലയിലാണ് ഇത് വരുന്നതെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. ഓരോ ആളുകളും ഇത് ഉപയോഗിക്കുന്ന ഓരോ ആളുകളും കുടുംബത്തെ ആകെ തകർക്കുന്ന നിലയിലേക്ക് പഴയകാലത്തെ വ്യത്യസ്തമാണിപ്പോൾ. പഴയകാലത്തെല്ലാം വെക്കാൻ വെച്ച അരി വരെ എടുത്തുകൊണ്ടുപോയി ലഹരി ഉപയോഗിച്ച സാഹചര്യമുണ്ട്. അപ്പോൾ പഴയകാലത്ത് അതിനെല്ലാം മാറി പുതിയ കാലഘട്ടത്തിലേക്ക് അതിൽ നിന്ന് കുറേയേറെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ പെരിങ്ങോം പോലീസ് സബ് ഇൻസ്പെക്ടർ പി വി സുധീർ കുമാർ ലഹരി വിരുദ്ധ സന്ദേശ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. ലഹരിമുക്ത നവകേരളം പടുത്തുയർത്താൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രജിത, പി എൻ മനോജ് കുമാർ, വി വി ബീന എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. തുടർന്ന് ഗോളടി മത്സരവും നടന്നു. അത് സംസ്ഥാനത്ത് നിലവിൽ നമ്മളെ ഈ ലഹരി മാഫിയകളുടെ വ്യാപനവും അതുപോലെ അവരുടെ വളർച്ചയും കട്ട് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരും മറ്റ് നമ്മളെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, തദ്ദേശ ഭരണ വകുപ്പുണ്ട്, ആരോഗ്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഇവരൊക്കെ ഏകോപിച്ചുകൊണ്ടാണ് നമ്മൾ നിലവിൽ ഓപ്പറേഷൻ തൂഫാൻ നർക്കോട്ടിക് ഹണ്ട് എന്ന് പറയുന്ന പ്രോജക്റ്റ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഏകദേശം കേരളത്തിൽ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ ഈ പ്രോജക്റ്റ് വന്നതിന് ശേഷം 4000-ഓളം കേസുകൾ കേരള പോലീസ് പല സ്ഥലങ്ങളിലായിട്ട് പിടിച്ചിട്ടുണ്ട്. 4000 കേസുകൾ. അത് ചെറിയ കാര്യമില്ല, വലിയൊരു കാര്യമാണ്. അത് മാത്രമല്ല, അത് കൂടാതെ നമുക്ക് എടുത്തു പറയുന്ന വേറെ കാരണം എന്ന് പറഞ്ഞാൽ 2 ഒരു വിദേശ വനിതയെയും അതുപോലെ നൈജീരിയൻ യുവാവിനെയും ബാംഗ്ലൂർ വെച്ച് കേരള പോലീസ് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു 100 ഗോൾ അടിക്കുക എന്ന പരിപാടി തുടർന്ന് നമ്മുടെ സമൂഹത്തിലെ ലഹരിയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന സന്ദേശം ഉൾക്കൊള്ളുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞുകൊണ്ട് ഉൾക്കൊള്ളാൻ വേണ്ടി നമുക്ക് സാധിക്കണം. നമ്മുടെ പഞ്ചായത്ത് ലഹരിക്കെതിരെ 100 ഗോളുകൾ എന്നൊരു ക്യാമ്പയിനാണ് സംഘടിപ്പിച്ചത്. ലോകമാകെ ലോകകപ്പിൻ്റെ ആവേശത്തിൽ ഏറ്റവും വലിയ ലഹരിയായി കാണുന്നൊരു കാലം കൂടിയാണിത്. എന്നാൽ നമ്മുടെ സമൂഹത്തിനകത്ത് വളർന്നു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരായി വലിയ ക്യാമ്പയിൻ അനിവാര്യമാണ്. ഒരു കുടുംബത്തെയും സമൂഹത്തെയും ഈ നാടിനെയാകെ തകർക്കുന്ന ഒരു മാരക വിപത്തായി ലഹരി വരുമ്പോൾ ലഹരി വരുന്ന വഴികൾ പോലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന നിലയിലാണുള്ളത്. നമ്മുടെ യുവതലമുറയും സമൂഹത്തെയും കാർന്നു നിന്ന ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടുന്നതിന് വേണ്ടി നാം എല്ലാവരും കൈകോർത്ത് നിന്നുകൊണ്ട് ലഹരി എന്ന മാരക വിപത്തിനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അപ്പാടെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പ്രവർത്തനവും സഹകരണവും ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
കണ്ണുകളുടെ സംരക്ഷണത്തിന് ഏറ്റവും ഗുണമേന്മയുള്ള കണ്ണടകൾ. കണ്ണടകളുടെ വ്യാപാര രംഗത്ത് സേവന മികവിന്റെ 17ാം വർഷത്തിലേക്ക് എൽറോയ് ഓപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗ് ക്ലിനിക് ചെറുപുഴ. സഹോദര സ്ഥാപനം അച്ചൂസ് ഐ ക്ലിനിക് ചെമ്പേരി, ആലക്കോട്, ശ്രീകണ്ഠാപുരം, ത്രീസ്യാമ ഐ ഡിപ്പാർട്ട്മെന്റ്, സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. എല്ലാ ദിവസങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. സൗജന്യ കണ്ണുപരിശോധന. ഗുണനിലവാരമേറിയ ഗ്ലാസുകളും ഫ്രെയിമുകളും. എൽറോയ് ഓപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് ചെറുപുഴ. ഫോൺ 9961 660 599.